ഒരു പ്ലാച്ചി എടുത്ത് പോയത് കൊണ്ട് മാത്രം നമ്മുടെ അനുമോൾ അവിടെ വിന്നർ ആകുമോ? എന്താടാ പറയാനുള്ളത്? എന്താണെന്ന് വെച്ചാ പറ, നീ കാര്യം പറ. അനുമോളുടെ കപ്പിന് പിന്നിൽ സാത്താനോ അതോ ഏഷ്യാനെറ്റോ? പറയൂ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. റാണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഇത് രണ്ടും വരും അതിനകത്ത്. ഞാൻ അതിനകത്ത് പ്രത്യേകം ഞാൻ പറയുന്നു, മറ്റുള്ളവരുടെ ഇന്ന് സാധനങ്ങളൊന്നും കേറ്റാത്ത പാട്ടിൽ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 100 പ്രാവശ്യം ആലോചിക്കണം. ചെയ്തു തുടങ്ങിയ പിന്നെ ഒന്നും ആലോചിക്കരുത്. ഈ കുട്ടിയുടെ കയ്യിൽ മാത്രം എന്താണ്, കയ്യിൽ മാത്രം ഈ പാവന വന്ന് ഈ പാവന വലിച്ചു ദൂരമായിട്ട് എറിഞ്ഞു. സാറാ എൻ്റെ അപ്പൻ്റെ ആരെങ്കിലും ആണോ? എന്റെ ഫ്രണ്ടാ. അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട് ഉപമങ്ങളൊക്കെ പറയാറ്. അല്ല, സാർ കഥ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ ആഘോഷപരമായിട്ട് തുള്ളിച്ചാടി പാവനെ എടുത്തിട്ട് വരും. നമ്മളൊക്കെ കണ്ടിരിക്കണം മണ്ടന്മാരെ. എന്തൊക്കെയാണോ ഈ പറയുന്നത്? വട്ടാണോ? അപ്പൊ ചേട്ടൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അനുമോൾ ഒരു കൂടോത്രക്കാരിയാണോ? ചാടിക്കേറി ഇതിലങ്ങനെ പെട്ടെന്നൊരു യെസ് പറയാൻ പറ്റില്ല സാറേ. എനിക്ക് ആലോചിക്കാൻ ഒരു ദിവസം കൂടി സമയം വേണം. ആശാനെ, അപ്പോൾ അനുമോള് വിന്നർ ആവാൻ കാരണം പാവയാണോ? പ്ലാച്ചി ഉള്ളത് കൊണ്ടാണോ ആശാൻ പറയുന്നത് അനുമോൾ വിന്നർ ആകാൻ സാധ്യതയുണ്ടെന്ന്? സാധ്യത കൂടുതലും അങ്ങനെ തന്നെ കാണുന്നത്. If I ever see a shadow in this office, I will kick the shit out of you, rascal!